ശ്രീ കെ അരുൺകുമാർ കൂടി നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന് വളരെ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് പോകുന്നത്. ശ്രീ അരുൺകുമാർ, ആദ്യഘട്ടത്തിൽ ഈ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പോയിന്റ് എന്നത് ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രധാനമാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. രാഷ്ട്രീയമായ ചില പ്രഖ്യാപനങ്ങൾ കൂടിയുണ്ട്, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടുൾപ്പെടെ എന്നൊരു പോയിന്റിലേക്കാണ് ആദ്യഘട്ടത്തിൽ ചർച്ച എത്തുന്നത്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ വിമർശനം അത് കേന്ദ്ര സർക്കാരിനും BJPക്കെതിരായ നിശ്ചിതമായ വിമർശനമായിരുന്നു. കഴിഞ്ഞ 11 വർഷമായി നിങ്ങൾ കേന്ദ്രം ഭരിക്കുകയല്ലേ, പമ്പ ശുചീകരണത്തിന് വേണ്ടി എന്ത് ചെയ്തു, ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യമൊക്കെ ഉയർന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സംസ്ഥാന ബജറ്റിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ വിഹിതമായി 30 കോടി വർദ്ധിപ്പിക്കുന്നു. ക്ലീൻ പമ്പ പദ്ധതിക്ക് വേണ്ടി ഒരു 30 കോടി രൂപ പ്രഖ്യാപിക്കുന്നു. ശബരിമല പമ്പ നിലയ്ക്കൽ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിന്റെ ഭാഗമായി വരുന്നു. അപ്പം ശബരിമല വിമാനത്താവളം എന്ന സ്വപ്നം അത് പൊടിതട്ടി എടുക്കുന്നുമുണ്ട്. ഈ വിമർശന പശ്ചാത്തലത്തിലാണ് ഇത്തരം പ്രഖ്യാപനം ബജറ്റിന്റെ ഭാഗമായി വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും അവ സമയബന്ധിതമായിട്ട് ജനങ്ങളിൽ ബോധ്യപ്പെടുത്തി അവരെ അറിയിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊരു തുടർച്ച വേണം, വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും തുടർച്ച വേണമെന്ന് ജനങ്ങൾ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ചത് ചരിത്രത്തിൽ ഒരു തവണയുള്ളൂ. 2021 ഒരേ മുന്നണി തന്നെ വീണ്ടും വരട്ടെ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചത്. ഇപ്പോൾ 2 മണിക്കൂറും 53 മിനിറ്റും എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകളെയും സ്പർശിക്കുന്ന, എല്ലാ വ്യക്തികളെയും സ്പർശിക്കുന്ന, എല്ലാ സ്ഥാപനങ്ങളെയും സെക്ടറെയും കൃത്യമായിട്ട് തന്നെ പരിഗണിക്കുന്ന ഒരു ബജറ്റാണ് എന്ന് ഒരാൾക്കും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയില്ല. ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ ഇപ്പോൾ അവസാനം പറയുന്നത് കേട്ടു വയോജനങ്ങൾക്ക് വേണ്ടി എന്താ പദ്ധതി എന്ന്. വയോജനങ്ങൾക്ക് വേണ്ടി ധാരാളം പദ്ധതികളുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് ആ ബജറ്റ് ഒന്ന് പഠിച്ചു നോക്കിയാൽ അങ്ങേക്ക് മനസ്സിലാകും. എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾ വീട്ടിൽ കളിക്കുമ്പോഴോ സൈക്കിളിൽ ഓട്ടുമ്പോഴോ ഒന്ന് വീണാൽ, ചെറിയ കുട്ടികൾ, അവർക്ക് വരെയുള്ള അപകട ഇൻഷുറൻസ് ഈ കുട്ടികളെ മുഴുവൻ ഗവൺമെന്റ് തന്നെ ഇൻഷുർ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ പ്രത്യേകമായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായിട്ട് മാറ്റുകയാണ്. അതുപോലെ ചരിത്ര തീരുമാനം, ഡിഗ്രി, അതായത് BA BSc ആർട്സ് ആൻഡ് സയൻസ് കൃത്യമായി ഫ്രീ ആക്കുന്നു. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പോൾ 1957 ഗവൺമെന്റ് ആണല്ലോ വിദ്യാഭ്യാസ മേഖല കുറച്ചെങ്കിലും ഫ്രീ ആക്കി കൊണ്ടുവന്ന് പിന്നെ പടിപടിയായിട്ട് മാറ്റം വന്നത്. അത് ഡിഗ്രി വിദ്യാഭ്യാസം വരെ ഫ്രീ ആയി കൊടുക്കുന്ന ഗവൺമെന്റ് ആയിട്ട് ഈ ഗവൺമെന്റ് മാറുകയാണ്. യുവജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വർക്ക് ടു കണക്ട് അതിന് പണം മാറ്റിവെക്കുന്നു. അതുപോലെ ക്ലബ്ബുകൾക്ക്, വായനശാലകൾക്ക്, മറ്റു രീതിയിൽ എല്ലാ രീതിയിലും യുവജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്കറിയാം വീട്ടമ്മമാരുടെ പെൻഷൻ, ഇതൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രഖ്യാപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം സൂചിപ്പിച്ചത് ഇതൊക്കെ കൊടുക്കാനുള്ളതാണോ, ചുമ്മാ ഇലക്ഷൻ നമ്പർ അല്ലേ എന്നാണ് ചോദിച്ചത്. എന്ന് കൃത്യമായി തന്നെ കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറഞ്ഞില്ലേ, രജിസ്റ്റർ ചെയ്ത ആളുകളുടെ എണ്ണം 16,32,000 രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വീട്ടമ്മമാരുടെ പെൻഷൻ അവർക്ക് കൊടുത്തു തുടങ്ങി. യുവജനങ്ങൾ കൃത്യമായി 68,831 പേർ യുവജനങ്ങൾ പെൻഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അവർക്ക് ഇതേ കൊടുത്തു തുടങ്ങി, കൃത്യമായ അക്കൗണ്ടിൽ പണം വന്നിരിക്കുന്നു. അത്തരത്തിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ചോദിച്ച ചോദ്യം, ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസ്റ്റർ പ്ലാന് എത്രയോ കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ചെലവഴിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റോഡുകളുടെ നവീകരണത്തിന് PWD മുഖേന വിനിയോഗിച്ചു. ഇതെല്ലാം ഇതിന്റെ ഭാഗമായി തന്നെയാണ്. എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ്സ് ചെയ്യുക എന്നതാണ്. അത് ഇതുവരെ നമ്മൾ എടുത്തു പറയാത്ത പല വിഭാഗങ്ങളുണ്ട്. അവരെ പോലും പരിഗണിക്കുക. ഇപ്പൊ ഗിഗ് വർക്കേഴ്സ്, നമ്മൾ മൊബൈലിൽ ഓർഡർ ചെയ്യുമ്പോൾ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ അടക്കം കൊണ്ടുവരുന്ന ഏറ്റവും സാധാരണക്കാർ, മഴയത്തും വെയിലത്തും അർദ്ധരാത്രിയൊക്കെ വരുന്നവർ, അവർക്ക് വിശ്രമിക്കാനൊരു വിശ്രമ കേന്ദ്രം, അതിനുള്ള സംവിധാനം കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചിരിക്കുന്നു. ഓട്ടോ തൊഴിലാളികൾ, നമുക്കറിയാം ഓട്ടോ തൊഴിലാളികളുടെ കഷ്ടപ്പാടൊക്കെ അറിയാം. അവിടെ ഓട്ടോ സ്റ്റാൻഡ് നവീകരിക്കാനും അവരുടെ എല്ലാ തരത്തിലുള്ള മാനസിക ശാരീരിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അങ്ങ് എടുത്തു നോക്കുക. ഏത് മേഖലയിലാണ് ഈ ഗവൺമെന്റിന്റെ കരുതൽ, ശ്രദ്ധ എത്താത്തത്? ഒരിക്കലും ഇലക്ഷൻ ഓറിയന്റഡ് ഒന്നും അല്ല. കാരണം കഴിഞ്ഞ 10 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ്. ഏറ്റവും അവസാനം ഞാൻ കേട്ടു ഇവിടെ കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ സുഹൃത്ത് നേരത്തെ കോൺഗ്രസ് പ്രതിനിധിയും ഉൾപ്പെടെ ഉന്നയിച്ചത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോഴത്തെ സ്വർണ്ണക്കൊള്ള വലിയ വിവാദ വിഷയമായി, രാഷ്ട്രീയ വിഷയമായി, ഒപ്പം ഗൗരവമുള്ള കേസായി നിലനിൽക്കുകയാണ്. NSS SNDP ഐക്യ സാഹചര്യം വന്നു. പിന്നാലെ NSS ആ വിഷയത്തിൽ പിന്നാക്കം പോയി, നിലപാട് മാറ്റി വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിനെയും BJPയും നിങ്ങൾ എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തത് എന്ന ചോദ്യം ഉന്നയിച്ച് രൂക്ഷമായ ഭാഷയിൽ NSS ജനറൽ സെക്രട്ടറി വിമർശിക്കുന്നു. ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട
പ്രഖ്യാപനങ്ങൾക്ക്, ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്ക് കുറെ കൂടി പ്രസക്തി വരുന്നുണ്ട്. ആ പോയിന്റിലേക്ക് ചർച്ചകൾ എത്തുന്നുണ്ട്. അക്കാര്യത്തിലാണ് ഞാൻ നേരത്തെ ചോദ്യം ഉന്നയിച്ചത്. ഞാൻ ഒറ്റ കാര്യൂടെ പറഞ്ഞതിലേക്ക് വരാം. ഇവിടെ കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. 6.5 കൊല്ലമായി നമ്മൾ തയ്യാറാക്കിയ DPR സെൻട്രൽ ഗവൺമെന്റിന്റെ പരിധിയിലാണ്. 12 സംസ്ഥാനങ്ങളിലൂടെ ഓടുന്ന അതിവേഗപാത, അർദ്ധ അതിവേഗപാതയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുത്തു. കേരളത്തിന് മാത്രം അനുവാദം തരുന്നില്ല. എന്നാൽ ഇന്ന മാറ്റം വരുത്തണം, ആ മാറ്റം വരുത്തിയാൽ പരിഗണിക്കാം, ഒന്നും പറയില്ല. നോ റിപ്ലൈ അറ്റ് ഓൾ. ആ ഒരു സാഹചര്യത്തിൽ കേരളം മറ്റു പഠനങ്ങൾ നടത്തി മറ്റൊരു അതിവേഗ പാതയുടെ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഇത് കേന്ദ്രം ഉണ്ടാക്കിയതാണ്, ഇവിടെ ഒന്ന് പേര് മാറ്റിയെന്ന. നമ്മുടെ ഇന്നലെ മന്ത്രിസഭാ യോഗം പരിഗണിച്ചേ ഉള്ളൂ. കേന്ദ്രം അത്തരത്തിലൊരു ആലോചന നടത്തിയെങ്കിൽ അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്നേ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നേനെ. എന്ത് കേരളം നടത്തിയാലും അതൊക്കെ കേന്ദ്രത്തിന്റെ എന്ന് പറയുന്ന ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളൂ. പിന്നെ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യം, ആ ചോദിച്ച ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ഏതെങ്കിലും ഒരു ആരാധനാലയത്തോ പ്രീതിപ്പെടുത്തുന്ന ഒരു നയവും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ചർച്ചകളും യോഗങ്ങളും എല്ലാം നടന്നത്. ആഗോള അയ്യപ്പ സംഗമം അടക്കം സംഘടിപ്പിച്ചത് ഏതെങ്കിലും സമുദായ സംഘടനയുടെ നേതാക്കന്മാർ പറഞ്ഞ അഭിപ്രായത്തിനനുസരിച്ച് പോകുന്ന രീതിയല്ല. ഇത് ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ, സമയബന്ധിതമായി തീർക്കാൻ, അവിടെ വരുന്ന തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യം ഒരുക്കാൻ, അതുപോലെ തന്നെ ഒരു തരത്തിലും ദർശന ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത്. അതുപോലെ എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യ വികസനം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം. ഇപ്പൊ ശബരി റെയിൽ, അതുപോലെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഹൈക്കോടതിയിൽ കേസുണ്ട്. ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടിഫിക്കേഷന്റെ കാര്യത്തിലുള്ള കാര്യമൊക്കെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വൻകിട വികസന പ്രവർത്തനങ്ങൾ, വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മുടെ നാട് കുതിച്ചു മുന്നേറുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് എല്ലാ രംഗത്തും നടന്നിരിക്കുന്നത്. ഇപ്പൊ വിഴിഞ്ഞം 17 വർഷം നേരത്തെയാക്കി അതിന്റെ ഉദ്ഘാടനം പൂർത്തീകരിക്കൽ. 2045 തീരേണ്ട പദ്ധതിയാണ് 2028 പൂർത്തീകരിക്കുന്നത്. മറ്റാർക്കെങ്കിലും സാധിക്കുമോ 17 വർഷം മുമ്പ് ഒരു പ്രൊജക്ട് പൂർത്തീകരിക്കാൻ? അതായത് ഈ സർക്കാരിന് അത് സാധിക്കും. കാരണം തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ജലമെട്രോയും AI ക്യാമറയും അതുപോലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് മുഴുവൻ ആളുകളെയും അഡ്രസ് ചെയ്യുന്ന ബജറ്റാണ്. കൃത്യമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റ് ആണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ അവഗണനയുണ്ടായി. ഇപ്പൊ അവസാനത്തെ ഈ 3 മാസം കേരളത്തിന് കടമെടുക്കാനുള്ള അവസരം നിയമപരമായിട്ടുണ്ടായിരുന്ന 12,000 കോടി രൂപ, അതിൽ വരെ പകുതി വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഫിനിഷിംഗ് അങ്ങ് തകരട്ടെ എന്നാ കേന്ദ്രം വിചാരിച്ചത്. എന്നാൽ അതിനെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തു. ഒരു എക്സ്ട്രാ പരിഗണനയും കേന്ദ്രം തന്നില്ല. 100 രൂപ പിരിച്ചു കൊണ്ടുപോകുമ്പോൾ വെറും 26 രൂപ മാത്രമാണ് കേരളത്തിന് തരാറ്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വാരി കൊടുക്കുന്നു. ആ സാഹചര്യത്തിലും മികച്ച ധനകാര്യ മാനേജ്മെന്റിലൂടെ ഈ കേരളം ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ബജറ്റ് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിന്റെ ഉദാഹരണമാണ് ഈ ബജറ്റ്. ശബരിമല ഉൾപ്പെടെ അത് വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളാണ്. പിന്നിൽ രാഷ്ട്രീയ സാഹചര്യമല്ല എന്നുൾപ്പെടെയാണ് ശ്രീ K. Arunkumar വിശദീകരണം